അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് അട്ടപ്പാടിയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മളെ പഴയ പറമ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പോണത്. കാരണം നല്ല വെയിലും ചൂടൊക്കെ. പക്ഷേ ഒരു കാൽഭാഗം വഴി എത്തിയപ്പോഴത്തേക്കും എല്ലാവരും കുഴഞ്ഞിതാ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ആഗ്രഹമല്ലേ അങ്ങനെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് പോയിട്ടോ. 3-4 സ്ഥലത്തൊക്കെ ഇരുന്ന് പോയി. പിന്നെ ഈ ഒരു പൂവുണ്ടോ നമ്മുടെ ശംഖുപുഷ്പം. ചെറുപ്പത്തിലൊക്കെ ഈ ഒരു വഴിക്കൂടെ സ്കൂളിലേക്കും മദർസക്കൊക്കെ പോണ സമയത്ത് ഇങ്ങനെ പൂവൊക്കെ പറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവത്തിന് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും കേട്ടോ. നല്ല രസമായിരുന്നു അതൊക്കെ. അങ്ങനെ നമ്മുടെ പറമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പറമ്പ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരമൊക്കെ മേലേക്ക് കയറിയിട്ടോ. എന്നിട്ട് കുറച്ച് കുരുമുളക് കടീന്ന് പറിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കുരുമുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ മേലെയാണ്. മേലേക്കൊന്നും നമുക്ക് കയറി പറിക്കാൻ പറ്റില്ല. അവിടെ എത്തിയപ്പോൾ തൊട്ട് വാക്കതി കൈ കിട്ടിയപ്പോൾ എൻ്റെ കൈയാണ് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മരം വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മരം കണ്ടപ്പോൾ പപ്പാനോട് വെട്ടിട്ട് വെച്ചപ്പോൾ പറഞ്ഞു വലിയ മരം ഉണ്ട്, അത് വേണമെങ്കിൽ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഒറ്റയ്ക്ക് വെട്ടി ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ തള്ളുകയാണെന്നുള്ളത്. ശരിക്കും തള്ളു തന്നെയാണ്. ഞാനല്ല, ഞാനിങ്ങനെ തൊട്ട് വെച്ചുള്ളൂ, ബാക്കിയൊക്കെ വെട്ടിത്തിൻ്റെ. കാരണം നമ്മൾ വന്നത് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ മാങ്ങ മാത്രം കിട്ടില്ല. ഒരു ചക്ക ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ.